അങ്ങനെ ദേ രാജേട്ടൻ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് രാവിലെ ദേ കാപ്പി കുടിക്കാൻ വീട്ടിൽ വന്നതാ. അപ്പോൾ ദേ ഞാനാണെങ്കിൽ കുറേ ദിവസമായി പിന്നാലെ നടക്കുന്നു, ചേട്ടാ എനിക്ക് ബീഫിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു ചേട്ടാ, കടയിലത്തെ ബീഫിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ദേ സമ്മതിച്ചു. അപ്പോൾ എന്നെയും കൊണ്ട് ദേ കടയിൽ ചെന്നു. അപ്പോൾ കടയിലാണെങ്കിൽ എല്ലാ പിള്ളേരും എല്ലാവരും എന്നെ നോക്കിയോ ചേച്ചി ഇതൊക്കെ ഇനിയും ക്യാമറയും കൊണ്ട് വന്നേക്കണമെന്ന് പറഞ്ഞൊരു ജാതി ചിരി. അങ്ങനെ അവിടെയൊക്കെ നല്ല പണി നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാജേട്ടൻ പറഞ്ഞു എന്നാൽ എടുത്തോ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് അളവിലാട്ടോ ഉണ്ടാക്കുന്നത്. 2 കിലോ ബീഫിൻ്റെ റെസിപ്പി മാത്രമേ ഇപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാമല്ലോ. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ബീഫ് മേടിച്ചാലും ബീഫ് റോസ്റ്റും ബീഫ് കായിട്ടത് ബീഫ് കൂർക്കിയിട്ടത് അങ്ങനെയൊക്കെ തന്നെയല്ലേ വെക്കാറ്. അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റുള്ള, അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇവിടെ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, RKV വ്ളോഗ്.